മറ്റു വാർത്തയിലേക്കാണ്. ഈഴവർക്ക് കോൺഗ്രസിലും ബി.ജെ.പിയിലും അവഗണനയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തമ്മിൽ ഭേദം CPM ആണ്. ഇടതുപക്ഷവും ചില സ്ഥാനമാനങ്ങളിൽ ഈഴവരെ അവഗണിക്കുന്നുണ്ട്. ഇടതുപക്ഷവും അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുണ്ട്. പിണറായിയെ അല്ലാതെ മറ്റൊരാളെ അധികാരമേൽപ്പിച്ചാൽ ഇടതുപക്ഷത്തിന്റെ തകർച്ച ആരംഭിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പോരായ്മകൾ വിലയിരുത്തി തിരുത്തണമെന്നും യോഗാനന്ദം ലേഖനത്തിൽ വെള്ളാപ്പള്ളി പറയുന്നു. ഷൈജുവിന്റെ വിവരങ്ങൾ നൽകാനായി. ഷൈജു, എന്താണ് ഈ ലേഖനത്തിന്റെ ഉള്ളടക്കം? അനിഷ, ഈഴവരെ രാഷ്ട്രീയ പാർട്ടികൾ പരിഗണിക്കുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ വിവിധ തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുകയും അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമെന്നോണമാണ് SNDP യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിന്റെ എഡിറ്റോറിയലിൽ ഇന്ന് അദ്ദേഹം പേര് വെച്ച് എഴുതിയിട്ടുണ്ട്. ഈഴവർക്ക് കോൺഗ്രസിലും BJPയിലും അവഗണനയാണെന്നും തമ്മിൽ ഭേദം CPM ആണെന്നും എന്നാൽ ഇടതുപക്ഷവും ചില സ്ഥാനമാനങ്ങളിൽ ഈഴവരെ പരിഗണിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ, PSC അംഗത്വം അതുപോലെയുള്ള കാര്യങ്ങളിൽ ഈഴവരെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്ന അദ്ദേഹം MV ഗോവിന്ദനെയും പരോക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വരും. അപ്പോൾ പിണറായി വിജയൻ അല്ല മുഖ്യമന്ത്രിയെങ്കിൽ വലിയൊരു തകർച്ചയിലേക്കാകും ഇടതുപക്ഷം പോവുക. കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം ഉചിതമായ ഒരു നേതാവിനെ കണ്ടെത്താൻ CPMന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് MV ഗോവിന്ദനെയും പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ മൂന്ന് രാഷ്ട്രീയ കക്ഷികളെയും മുന്നണികളെയും ഈഴവരെ പരിഗണിക്കാത്തതിൽ വലിയ പരിഭവം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ എഡിറ്റോറിയൽ അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത് പരിഗണിക്കുന്നവർക്ക് മാത്രമാണ് അധികാരം ലഭിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. UDFന്റെ ഭാഗമായ CP ജോൺ ഈ അടുത്ത് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഈഴവരെ അവഗണിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ മുഖപ്രസംഗം ആരംഭിക്കുകയും ചെയ്യുന്നത്. ശരി, ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്.